നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് വാക്കുകളാണ് റിവാർഡും പണിഷ്മെന്റും. ഇതിനകത്ത് പണിഷ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള പണിഷ്മെന്റ് എന്തുവാ? പിടിച്ച് 4 അടി കൊടുക്കുക. യഥാർത്ഥത്തിൽ ഈ പണിഷ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടി മാത്രമൊന്നുമല്ല. അടി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മാർഗം ഇല്ലാതായി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക. അടി എന്ന് പറയുന്നില്ല, നമുക്ക് എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി, ഒരു പണിഷ്മെന്റ് ആയിട്ടുള്ള ലാസ്റ്റ് ഓപ്ഷനാണ്. ഇതല്ലാതെ ഒരുപാട് പണിഷ്മെന്റ് മെത്തേഡുകളുണ്ട്. അതായത് അവരുടെ ദേഹത്ത് ടച്ച് ചെയ്യാതെ പോലുള്ള പണിഷ്മെന്റ് മെത്തേഡുകളുണ്ട്. ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഡോഗ് ട്രെയിനിങ്ങിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് പണിഷ്മെന്റ് മെത്തേഡുകളാണ്. പക്ഷെ പണിഷ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ എന്തായാലും നമുക്ക് റിവാർഡ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിവാർഡുകൾ ഒരുപാടുണ്ട്. എപ്പോഴും ഈ ബിസ്ക്കറ്റ് കൊടുക്കുന്നത് മാത്രമൊന്നുമല്ല റിവാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും എന്തുവാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്നത്? ബിസ്ക്കറ്റ്, ട്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ്, ആഹാരം. സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ റിവാർഡാണ്. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും റിവാർഡാണ്. പക്ഷെ നമ്മൾ ഈ ഫുഡ് ഐറ്റംസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യണം. ഇവർക്ക് ട്രീറ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഡെയിലി ഫുഡിനകത്തുള്ള ഐറ്റം ആയിരിക്കത്തില്ല. ഇപ്പൊ ബിസ്ക്കറ്റ് കൊടുക്കാം, അതേപോലെ ചിക്കൻ കൊടുക്കാം. അതെന്തുവാണോ നിങ്ങളുടെ ഡോഗിന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം നിങ്ങൾ കണ്ടെത്തുക. ഒരുപാട് വീഡിയോസ് നമ്മൾ ഹോം മെയ്ഡ് ട്രീറ്റ്സിന്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസവും ഒരേ ട്രീറ്റ് തന്നെ കൊടുത്താൽ അത് ട്രീറ്റ് അല്ലാതായിട്ട് മാറും. ആ റിവാർഡ് എന്ന് പറയുന്നത്, ആ ഭക്ഷണം എന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യൽ അല്ലാതായിട്ട് മാറും. ഇപ്പോൾ ഒരു ഡേ കൊടുക്കുന്നത് നെക്സ്റ്റ് ഡേ കൊടുക്കാതിരിക്കും. നമ്മൾ 2-3 ട്രീറ്റുകൾ കണ്ടുപിടിച്ച് വെച്ചേക്കുക. ഓരോ ദിവസം ഓരോന്ന് യൂസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. നമുക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്പീഡിൽ അവർ ഓരോരോ കാര്യങ്ങൾ പഠിച്ചു വരും. സെക്കൻഡ് റിവാർഡ് എന്ന് പറയുന്നത് ടോയ് ആണ്. ടോയ് എന്ന് പറയുന്നത് ഇപ്പൊ കളിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ താണ്ട് ഇതുപോലെ ബോളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്ത് അട്രാക്റ്റഡ് ആവും. അപ്പൊ നമ്മൾ ഈ ബിസ്ക്കറ്റ് ഉണ്ട്, ഇപ്പൊ 2 സാധനം കൈയിരിക്കും. നമ്മൾ നോക്കുന്നത് എവിടെയാണ്? ബിസ്ക്കറ്റിലാണ്. അത് ഡോഗിനനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്യണം ഏത് റിവാർഡാണ് അവർക്ക് ബെസ്റ്റ് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ അവൾ ബിസ്ക്കറ്റ് ചൂസ് ചെയ്തു. അതുകൊണ്ടിട്ട് അവർക്ക് ഇതിനകത്ത് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് ആണ്. ഈ ബോളിനോട് ഇവക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ ഇതിന് പകരം വേറൊരു സാധനമാണ് ടോയ് എന്നുണ്ടെങ്കിൽ ഇവക്ക് പെട്ടെന്ന് അതിന്റെ ഒരു റിയാക്ഷൻ കണ്ടോടെ. ഫുട്ബോൾ എന്ത് ചെയ്യും? ഉള്ള മുഖഭാവം തന്നെ മാറുന്നുണ്ടല്ലേ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ് എന്ന് പറയുന്നത് ഇവിടെ ഫുട്ബോൾ ആണ്. ഈ ടോയ് ഇഷ്ടമുള്ള കുറച്ച് പേര് ഇവിടെ ഉണ്ട്. കാത്തു ഇത് വേണോ? ഇവർക്ക് കളിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം ഈ ബോളാണ്. അപ്പൊ നമ്മൾ ടോയ് ചൂസ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ഡോഗിന് ഇഷ്ടമുള്ള ടോയ് ഏതാണോ അത് നമ്മൾ കണ്ടെത്തുക. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. നല്ലൊരു റിവാർഡാണ് സ്നേഹം. ലവ് എന്ന് പറയുന്ന ഒരു റിവാർഡ് തന്നെയാണ്. നമ്മളിപ്പോൾ അടുത്ത് വിളിക്കുന്നു, കം ഹിയർ പറയുന്നു, അടുത്ത് വരുന്നു. ആ സമയത്ത് സ്നേഹം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു റിവാർഡ് തന്നെ. ടെസഞ്ഞു വന്നേ, നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. ടെസ ഇങ്ങോട്ട് വന്നടി, ഇങ്ങോട്ട് വാ. നമ്മൾ പതുക്കെ ഒന്ന് തടവുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്നേഹമായിട്ട് പതുക്കെ ചെവിയിലും ഒക്കെ നിക്കിളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതും ഓരോ ഡോഗിനും ഓരോ സമയത്തിനും അനുസരിച്ചിട്ട് മാറും. ഇപ്പൊ അവിടെ നോക്കി നിൽക്കുന്നതെന്ന് പറയുന്നത് അലർട്ടായിട്ട് ആരോ വരുന്നത് നോക്കി നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അതല്ല റിവാർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവക്ക് എന്ന് പറയുന്നത് അവിടെ പോയി കുരയ്ക്കണം. ഫ്രീഡം ആണ് റിവാർഡ്, അതും ഒരു റിവാർഡാണ്. ഇപ്പൊ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുന്ന ഒരു പണിഷ്മെന്റും ആണ്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാം കണക്ട് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. അപ്പം ആ സ്നേഹം എന്ന് പറയുന്ന ഒരു റിവാർഡാണ്. റെസ്റ്റ്, അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള ഒരു സ്ഥലം, വിശ്രമിക്കാനുള്ള ഒരു സ്ഥലം, അതൊക്കെ റിവാർഡ് തന്നെയാണ്. പക്ഷേ ഇതിന് ഓരോന്നിനും ഓരോ ടൈമിംഗ് ഉണ്ട്. ഇപ്പൊ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവക്ക് ഫുഡ് എന്ന് പറയുന്ന റിവാർഡല്ല, ഈ ബോൾ എന്ന് പറയുന്ന റിവാർഡല്ല. ഇവളുടെ ഇപ്പോഴത്തെ റിവാർഡ് എന്ന് പറയുന്നത് ഫ്രീഡം ആണ്. ടെസ ഫ്രീ, അതായത് ആ ഒരു കമാൻഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഫ്രീഡം ആണ് അവർക്ക് വേണ്ടുന്നത്. അപ്പൊ അവർക്ക് വേണ്ടുന്ന എന്താണോ അത് നോക്കിയാണ് നമ്മൾ റിവാർഡ് ചൂസ് ചെയ്തതെന്ന് പറയാം. ടെസ ഇഞ്ഞു വാ, ഓക്കെ, ഗുഡ് ഗേൾ. ഇപ്പൊ ഈ സമയത്ത് എന്താണ് നമ്മൾ വിളിച്ചപ്പോ തിരിച്ചു വന്നു, ഇനി വാ. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് റിവാർഡായിട്ട് കൊടുക്കുന്നത് സ്നേഹമാണ്. അപ്പൊ അതൊക്കെ വിളിച്ചൊന്ന് സ്നേഹിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യം റെസ്ട്രിക്ട് ചെയ്ത് വെച്ചില്ലേ, ആ റെസ്ട്രിക്ട് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ പിടിച്ച് തടവാൻ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. അവിടെ സ്നേഹം എന്ന് പറയുന്നത് റിവാർഡല്ല, മറിച്ച് പണിഷ്മെന്റിന്റെ എഫക്റ്റ് ആണ് ചെയ്യുന്നത്. അതോ വീണ്ടും ഇറങ്ങിപ്പോയി. അവിടെ ഒരു കാക്കയുണ്ടതാണ്. ഇനി പണിഷ്മെന്റുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈഡാണ്. എല്ലാവർക്കും അടി എന്ന് പറയുന്ന ഒറ്റ കാര്യത്തിൽ കിടക്കുമല്ലേ, ഒരുപാട് പണിഷ്മെന്റുകളുണ്ട്. അതെന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഓരോന്നായിട്ട് ചെയ്യും. ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആദ്യത്തെ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് തന്നെ പറഞ്ഞേക്കാം. അടി എന്ന് പറയുന്നത് പെയിൻ ആണ്. പെയിൻ ഇവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ആണ്. അതെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. എല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചിന്തിക്കുന്നതാണ്. നമുക്ക് അടി കൊടുക്കേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടേ ഉണ്ടാകത്തുള്ളൂ. അടി കൊടുക്കേണ്ട ഒറ്റ സിറ്റുവേഷനിലേ ഉള്ളൂ. ഇവർക്കൊരു കാര്യം അറിയാം. ആ കാര്യം നമ്മൾ എത്ര പറഞ്ഞിട്ട് ഇവർ ചെയ്യുന്നില്ല. ഇവര് റെസിസ്റ്റ് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കോ മറ്റൊരാൾക്കോ ഉപദ്രവമായിട്ട് മാറുന്നു, പെയിൻഫുൾ ആകുന്നു. അതായത് മറ്റൊരാൾക്ക് പെയിൻഫുൾ ആകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ട് അടിയോ ഒക്കെ പണിഷ്മെന്റ് ആയിട്ട് ഉപയോഗിക്കാം. അത് റയറസ്റ്റ് കേസാണ്.
അടുത്ത ഒരു പണിഷ്മെന്റ് എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ റിവാർഡുകളില്ലേ, ആ റിവാർഡിന്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. അതായത് ഇപ്പൊ ഫുഡ് പറഞ്ഞു, ഫുഡ് റിവാർഡാന്ന് പറഞ്ഞു. ഫുഡ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് ആണ്. റെസ്ട്രിക്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം ഫുഡ് കൊടുക്കാതിരിക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മൾ കയ്യിൽ ഒരു ട്രീറ്റ് കാണിച്ചു, ഈ ട്രീറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കമാൻഡ് പറഞ്ഞപ്പോൾ ഇവർ ഒബേ ചെയ്യാതിരിക്കും. അപ്പൊ നമ്മൾ ട്രീറ്റ് കുറച്ച് നേരത്തേക്ക് കയ്യിൽ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക. ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് തന്നെയാണ്. അതേപോലെ ടോയ് റെസ്ട്രിക്ട് ചെയ്ത് വെക്കുക, അതൊരു പണിഷ്മെന്റ് തന്നെയാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും നേരത്തെ ഞാൻ ഇവിടെ പിടിച്ചു വെച്ചില്ലായിരുന്നു. അതായത് അവിടെ കുറയ്ക്കാനായിട്ട് പോകാൻ പോയപ്പോൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് വെച്ചു, ഫ്രീഡം തടഞ്ഞു വെച്ചു. ആ ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതും ഒരു പണിഷ്മെന്റ് തന്നെയാണ്. ഇതെല്ലാം നമുക്ക് ഓരോരോ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. അടുത്ത ഒരു ഇമ്പോർട്ടന്റ് പണിഷ്മെന്റ് ആണ് നമ്മൾ നേരത്തെ ലവ് എന്ന് പറയുന്ന റിവാർഡാണെന്ന് പറഞ്ഞു. സ്നേഹം കൊടുക്കുന്ന റിവാർഡാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഡോഗ് കണ്ടിന്യൂസ് നമ്മുടെ ദേഹത്ത് ചാടി കയറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫ്രീഡത്തിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുവാണ് എന്നുണ്ടെങ്കിൽ അതൊരു പണിഷ്മെന്റ് തന്നെയാണ്. അവർക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന് പറയുന്നത് അവരെ അവഗണിക്കുക. ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് ചാടി വരുന്നു. പക്ഷെ ഈ ചാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തോട്ടാണ്, നമ്മളെ മറിച്ചിടുന്ന രീതിയിലാണെന്നൊക്കെ വെച്ചു. അപ്പൊ നമ്മൾ അവിടെ അങ്ങ് അവോയ്ഡ് ചെയ്ത് നമ്മൾ ഇഗ്നോർ ചെയ്ത് അങ്ങ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർക്ക് വിഷമമായിരിക്കും. ആ സമയത്ത് അവരെവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ ചെന്ന് സ്നേഹം കൊടുക്കുക. അപ്പൊ അവിടെ തന്നെ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നു, അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നു. അതേസമയം തന്നെ പോയിട്ട് ഇത് ഓക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെന്നിട്ട് നമ്മൾ അവിടെ സ്നേഹം കൊടുക്കുന്നു, റിവാർഡും കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സ് ചെയ്താണ് പോകേണ്ടത്. അല്ലാതെ ഇതെന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് അങ്ങ് ഇയാളെ ഇഗ്നോർ ചെയ്ത് അങ്ങ് കളഞ്ഞേക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റിവാർഡ് ആണെന്ന് പറഞ്ഞു. അതായത് അവർ ക്ഷീണിച്ചിരിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്ന എന്തുവാണ്, ഒന്ന് കിടക്കണം. അപ്പൊ അത് റെസ്ട്രിക്ട് ചെയ്യുക എന്ന് പറയുന്നതും ഒരു പണിഷ്മെന്റ് തന്നെയാണ്. അത് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇപ്പൊ ചില ഡോഗ്സ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗ്സ് നമ്മളെ അവരുടെ ഇരിക്കാനും കിടക്കാനും സമ്മതിക്കുന്നില്ല. നമ്മൾ അവരെ രാവിലെ കളിപ്പിച്ച് അവരുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവരെവിടെങ്കിലും ഒരിടത്ത് കൂട്ടിലൊക്കെ കയറ്റുവാണെന്നുണ്ടെങ്കിൽ ഇവർ കിടന്നങ്ങ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് ടയേർഡ് ആക്കിയതിന് ശേഷം അവർക്ക് കുറച്ച് നേരത്തേക്ക് അവരുടെ ആ ഒരു റെസ്റ്റ് എടുക്കാനായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ, ആ സ്ഥലം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ള ഒരു ചിന്ത വരും. ആ ചിന്ത വരാൻ വേണ്ടിയിട്ട് അതും ഒരു പണിഷ്മെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഈ ഡോഗ്സിന് കൊടുക്കാൻ പറ്റിയ ഒരു പണിഷ്മെന്റ് സൗണ്ടാണ്. അവർക്കെന്ന് പറയാൻ വലിയ സൗണ്ട് എന്ന് പറയുന്നത് പേടിയാണ്. പടക്കം പൊട്ടിക്കുന്നതൊക്കെ ഡോഗ്സിന് പേടിയല്ലേ, ഇടിമിന്നൽ പേടിയല്ലേ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇത്രയും വലിയ സൗണ്ട് ഉണ്ടാക്കണമെന്നുള്ളതല്ല. നമ്മൾ ചിലപ്പോൾ ഡോഗ്സ് ഭയങ്കര ഇതായിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു പണിഷ്മെന്റ് തന്നെയാണ്. അത് പെട്ടെന്ന് അവരെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക, നല്ലൊരു ബിഹേവിയറിലോട്ട് കൊണ്ടുവരിക, എത്തിക്കഴിയുമ്പോൾ ഉടനെ റിവാർഡ് കൊടുത്ത് മാറ്റുക. അപ്പൊ സൗണ്ട് എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ആണ്. അടുത്ത ഒരു പണിഷ്മെന്റ് വൈബ്രേഷൻ ആണ്. വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ് ട്രെയിനിങ്ങിന്റെ കോളറൊക്കെ യൂസ് ചെയ്യത്തില്ലേ, ആ കോളറിൽ ഒരു മോഡ് എന്ന് പറയുന്നത് വൈബ്രേഷൻ ആണ്. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് മിക്ക ആനിമൽസിനും ഇഷ്ടമല്ല. അപ്പൊ ആ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു പണിഷ്മെന്റ് ആണ്. അത് ഏകദേശം അടിക്കൊക്കെ തുല്യമായിട്ട് തന്നെ വരുന്നതാണ്. അത്രയും ഇറിറ്റേറ്റിംഗ് ആണ് അവർക്ക്. അതൊക്കെ ഈ പറഞ്ഞതുപോലെ കോളറൊക്കെ അത്യാവശ്യമുള്ള ഡോഗ്സിന് കോളറൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പണിഷ്മെന്റ് ആണ്. അതും കറക്റ്റ് ടൈമിങ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അടുത്ത ലാസ്റ്റ് പണിഷ്മെന്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു, അത് അടിയാണ്. എന്ന് പറയുന്നത് ഇതെല്ലാം ഫെയിൽ ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഇത്രയൊക്കെ പണിഷ്മെന്റുകൾ ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇതിനെക്കാട്ടി കൂടുതലുണ്ട്, ഒരുപാട് പണിഷ്മെന്റുകളുണ്ട്. പക്ഷേ ഇതിൽ ഏത് പണിഷ്മെന്റ് ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിലും സിറ്റുവേഷനിലും അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു പ്രയോജനവും ഇല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ മൂത്രം ഒഴിക്കുന്നതെന്ന് വെക്കുക, ഇതിന് നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അടി കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അവിടെ അത് കാണിച്ചുകൊണ്ട് അടി കൊടുത്തിട്ട് പോലും കാര്യമില്ല. അപ്പൊ ആക്ടിവിറ്റി ചെയ്യുന്ന ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുവാണ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡോഗ്സിനല്ലെന്നുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ആവാത്തത് പോലും ഇല്ല. അപ്പൊ എന്തായാലും ഇത്രയും കാര്യം ഞാൻ ഇവിടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.